എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങൾക്കായി കേന്ദ്ര സർക്കാർ വലിയൊരു ആശ്വാസ വാർത്തയാണ് ഒരുക്കുന്നത്. ജീവനക്കാർക്ക് തങ്ങളുടെ PF അക്കൗണ്ടിലെ പണം UPI സംവിധാനത്തിലൂടെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാനുള്ള സൗകര്യം നിലവിൽ വരാനിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2026 ഏപ്രിൽ മാസത്തോടെ തന്നെ ഈ പുതിയ സംവിധാനം പ്രാവർത്തികമാക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട്. ലക്ഷക്കണക്കിന് EPFO അംഗങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ നീക്കത്തിലൂടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന UPI പിൻ ഉപയോഗിച്ച് PF തുക പിൻവലിക്കാനുള്ള സൗകര്യം ലഭ്യമാകും. EPFO പണം പിൻവലിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് വലിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കാനാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നതെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ സംവിധാനത്തിൽ EPFO അംഗങ്ങളുടെ അക്കൗണ്ടിലെ തുകയിലൊരു ഭാഗം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയും അതേസമയം വലിയൊരു വിഹിതം വേഗത്തിൽ പിൻവലിക്കാൻ അനുവദിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി PF അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രത്യേക പ്രൊജക്റ്റാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. നിലവിൽ EPFOയിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഏറെ സമയം എടുത്തും നടപടിക്രമങ്ങൾ നിറഞ്ഞതുമായ ഒരു പ്രക്രിയയാണ്. ക്ലെയിം സമർപ്പിക്കുകയും അതിന്റെ അംഗീകാരം ലഭിക്കുന്നതുവരെ ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും ജീവനക്കാർക്ക് തൽക്ഷണ ധനലഭ്യത ഉറപ്പാക്കുന്നതിനുമാണ് UPI അടിസ്ഥാനമാക്കിയുള്ള പിൻവലിക്കൽ സംവിധാനം കൊണ്ടുവരുന്നത്. കൂടാതെ UPI വഴി പിൻവലിക്കുന്ന തുകയുടെ കാര്യത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പുതിയ വ്യവസ്ഥകൾ പ്രകാരം അനുവദനീയമായ തുകയുടെ 100% ജീവനക്കാർക്ക് പിൻവലിക്കാവുന്ന രീതിയിലേക്ക് ചട്ടങ്ങൾ പരിഷ്കരിക്കാനാണ് നീക്കം. ഇതിൽ ജീവനക്കാരന്റെ വിഹിതവും തൊഴിലുടമയുടെ സംഭാവനയും ഉൾപ്പെടുത്തുമെന്നത് EPFO അംഗങ്ങൾക്ക് വലിയ നേട്ടമായിരിക്കും. ഇതോടൊപ്പം 6 മാസത്തിലധികം ജോലി വിട്ടുപോയ ജീവനക്കാർക്ക് വീണ്ടും വോളണ്ടിയറായി EPFO അംഗത്വം നൽകുന്നതിന് അവസരം ഒരുക്കണമെന്ന് തൊഴിലുടമകളോട് EPFO ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2017 ജൂലൈ 1 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ ഏതെങ്കിലും കാരണങ്ങളാൽ EPF കവറേജിന് പുറത്തായി പോയ ജീവനക്കാർക്ക് വീണ്ടും അംഗത്വം നൽകാൻ തൊഴിലുടമകൾ നടപടി സ്വീകരിക്കണമെന്നതാണ് നിർദ്ദേശം. EPF കവറേജ് വ്യാപിപ്പിക്കുന്നതും നേരത്തെ EPFിൽ നിന്ന് വിട്ടുപോയവരെ വീണ്ടും സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി എംപ്ലോയി എൻറോൾമെന്റ് സ്കീം 2025 എന്ന പ്രത്യേക പദ്ധതിയും EPFO ഇതിനകം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റത്തവണ നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയാണ്. രാജ്യത്ത് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ സംഘടിത മേഖലയിലെ കോടിക്കണക്കിന് തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 1952 പ്രാബല്യത്തിൽ വന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഈ സ്ഥാപനം കേന്ദ്ര തൊഴിലവകാശ മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ജീവനക്കാരുടെ വിരമിക്കൽ കാലത്തേക്കുള്ള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് EPFOയുടെ പ്രധാന ലക്ഷ്യം. ജീവനക്കാരനും തൊഴിലുടമയും ചേർന്ന് നിർബന്ധമായും അടയ്ക്കുന്ന പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകൾ സുരക്ഷിതമായി നിക്ഷേപിക്കുകയും അവയ്ക്ക് ആകർഷകമായ പലിശ നൽകുകയും ചെയ്യുന്നതിലൂടെ ദീർഘകാല സമ്പാദ്യശീലം വളർത്തുകയാണ് EPFO ലക്ഷ്യം വെക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായി EPFO വലിയ ഡിജിറ്റൽ മാറ്റങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നത്. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, ഓൺലൈൻ KYC, ഇനോമിനേഷൻ, ഓൺലൈൻ ക്ലെയിം സമർപ്പണം തുടങ്ങിയ സേവനങ്ങൾ നടപടിക്രമങ്ങൾ ലളിതമാക്കി. ഭാവിയിൽ UPI മുഖേന PF തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാനുള്ള സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഇത് നടപ്പിലായാൽ PF പിൻവലിക്കൽ നടപടികൾ കൂടുതൽ വേഗത്തിലാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.